പിന്നെ അതിനൊന്ന് കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ദിവസം ഓഫ് എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് എനിക്കൊന്ന് 1 ഇയർ അടുത്തായി ഏകദേശം. അപ്പം ഹെയർ സ്പായും ഹെയർ കട്ടും കുറച്ചൊന്ന് കളറിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കുക്കുമ്പേലിൽ പോയത്. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴും കുക്കുമ്പേലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എറണാകുളത്ത് വന്നപ്പോഴും എനിക്ക് കുക്കുമ്പ ഒന്നും കൂടെ കംഫർട്ടബിൾ എന്ന് തോന്നി. അങ്ങനെ കണ്ടുപിടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയതാണ്. അവിടെ ചെന്നപ്പം കളറിങ് ഒന്നും പറ്റൂല, എല്ലാം ക്യാൻസൽ ചെയ്തു. കാരണം ഉണ്ടല്ലോ, അവർ ഹെയറിൻ്റെ ടെക്സ്ചറും ഹെയറിൻ്റെ ഹെൽത്തും എല്ലാം നോക്കിയിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയണം. ഇപ്പോൾ കളർ ചെയ്താൽ മുടി കംപ്ലീറ്റ്ലി പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കളറിങ് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഹെയർ സ്പാ ചെയ്തു. പിന്നെ ഹെയർ കുറച്ച് നല്ല കയറ്റിയാണ് കട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത്ര ഒരു ഹെയർ ഇങ്ങനെ കയറ്റി കട്ട് ചെയ്തേക്കുന്നത്, എന്തോ 8th-ലോ 9th-ലോ ഇടുക. പിന്നെ ഞാനങ്ങനെ എപ്പോഴും ലോങ് ഹെയർ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഒത്തിരി നാൾ കൂടി ഇങ്ങനെ ഒത്തിരി കയറ്റി അങ്ങ് മുറിച്ചപ്പോൾ പെട്ടെന്ന് ഹെയർ ഒട്ടും ഇല്ലാത്ത പോലൊരു ഫീലാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അവർ പറഞ്ഞ് ഡാമേജ് ആയ എവിടെയാണോ അവിടെ തൊട്ട് കട്ട് ചെയ്തിട്ട് ഇനി പുതിയ ഹെയർ വരുമ്പോൾ നല്ലതായിട്ട് വരുമെന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത്രയും ലോങ് ഹെയറിന് പെട്ടെന്ന് ഷോർട്ടാകുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നും. സാധാരണ ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഇത്രയും ഷോൾഡറിൽ എൻ്റെ ഹെയർ ഇങ്ങനെ ഇടുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ അറിയാവുന്നവർക്ക് അറിയാമെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ലോങ് ഹെയറിൽ എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ഷോർട്ടാക്കിയപ്പം എനിക്കൊരു വിഷമം. പെട്ടെന്ന് വളരുമായിരിക്കും. നല്ല ഹെയർ വരാൻ വേണ്ടിയാണ് കേട്ടോ അവരത്രയും കയറ്റി കട്ട് ചെയ്ത് എന്നെ കാണിച്ചു തന്നു. സ്പ്ലിറ്റ് എൻഡ്സ് കൂടി മേളിലോട്ട് വന്ന് പിന്നെ ബാക്കി മുടിയും കൂടെ പോകുമെന്ന് പറഞ്ഞു നമ്മൾ കട്ട് ചെയ്യാതിരുന്നു. അപ്പം ഞാൻ കുറച്ച് നാൾ കട്ട് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. കട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. കുറച്ചിങ്ങനെ ലെങ്ത്ത് വരട്ടെ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ലെങ്ത്ത് വരട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാതെ ഇരുന്നാൽ സ്പ്ലിറ്റ് എൻഡ്സ് വരും. പിന്നെ ഇവിടെ വന്ന് ഹോസ്റ്റലിലായപ്പോൾ ഹോസ്റ്റലിലെ വെള്ളവും പിടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഹെയർ അവർ പറയുന്ന പോലെ കട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നല്ല ഹെയർ വരട്ടെ, അതായിരിക്കും നല്ലതല്ലേ. പിന്നെ ഫുൾ മുടി പോകുന്നതിൽ നല്ലതല്ലേ. അങ്ങനെ ഞാൻ ഹെയർ സ്പായും കട്ടിങ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയാണ് കുക്കുമ്പയിൽ വന്നത് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിലാണ് ഹെയർ സ്പാ ചെയ്തപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫൈനൽ ലുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാകട്ടെ എൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഷോർട്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന ആദ്യമായിട്ട് കേട്ടോ ഇത്രയും ഹെയർ ഷോർട്ടാക്കിയിട്ട്. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കും കണ്ണച്ചേട്ടനും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നല്ല മുടി വരാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ശരിക്കും ഒരു ഓട്ടോയാണ് കേട്ടോ. എനിക്ക് ആ ഓട്ടോയ്ക്കകത്ത് ഡിസൈൻ കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ സ്റ്റേജിലൊക്കെ നിൽക്കുന്നത് തോന്നി കേട്ടോ. ചെറിയൊരു ഓട്ടോ ആണെങ്കിലും പുള്ളിയുടെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഞാനിപ്പോൾ നോട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒബ്രോൺ മാളിൽ പോയി. ഞങ്ങളുടെ ഹോസ്റ്റൽ അതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഒബ്രോൺ മാളിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി. ഇതൊരു പുതിയ ഫ്രണ്ടാണ് സ്നേഹ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോരോ ഫ്രണ്ട്സിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് പുതിയ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എൻ്റെ ഹെയർ കട്ടിങ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, സീ യു.